കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതിയും സഹോദരിയും കുറ്റക്കാരെന്ന് കോടതി. പ്രതി കുടക് സ്വദേശി PS സലീം, സഹോദരി സുവൈബ എന്നിവർ കുറ്റക്കാരെന്ന് ഹോസ്റ്റൽ കോടതിയാണ് വിധിച്ചത്. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ പ്രമാദമായ കേസാണ്. ഒരു വർഷത്തിന് ശേഷം തന്നെ ഈ സംഭവത്തിൽ കേസിൽ വിധി വരുന്നു. രണ്ടുപേരും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എന്താണ് കോടതിയുടെ കണ്ടെത്തൽ? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടുക്കിയ സംഭവമാണ്. അതായത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുള്ള പെൺകുട്ടിയെ ചുമന്നു കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും അതിനുശേഷം ഈ സ്വർണ്ണക്കമ്മൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തി ഇവിടെ നിന്നും നാട് രക്ഷപ്പെടുകയും ചെയ്ത ഒരു കേസായിരുന്നു. ഈ കേസിലാണിപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് കോടതി, ഹോസ്റ്റൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി രണ്ടുപേരെയും, അതായത് ഇതിൽ ഒന്നാം പ്രതി ഈ PM സലാമാണ്, കുടക് സ്വദേശി PM സലീം എന്ന സൽമാനാണ്. അതുകൂടാതെ ഇയാളുടെ സഹോദരി സുവൈബ, ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഉന്നയിച്ചത്. ഇതിനിടയിൽ തന്നെ ഈ പ്രതി തനിക്ക് വൃദ്ധയായ മാതാവും അതുപോലെ തന്നെ പിതാവും അതോടൊപ്പം 4 കുട്ടികളുമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ തന്നെ പരമശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഒരു ആവശ്യമാണ് ഇയാൾ ഉന്നയിച്ചത്. എന്തായാലും ഈ വാദങ്ങളൊക്കെ പൂർത്തിയായി ഇനി തിങ്കളാഴ്ച ഇതിൽ ശിക്ഷാവിധി ഉണ്ടാവും. തിങ്കളാഴ്ചത്തേക്ക് ഈ കേസ് വിധി പറയാനായി ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. വലിയ ചർച്ചയായ കേസാണ്. 10 ദിവസത്തിനകം പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. 39 ദിവസത്തിനകം ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസാണ്. 60ഓളം ഇത്തരത്തിൽ സാക്ഷികളെ വിസ്തരിച്ചു. എന്തായാലും ഈ കേസിൽ തിങ്കളാഴ്ച ആ വിധി അത് ഏറ്റവും പ്രധാനമായിരിക്കും. ഇത്തരം കുട്ടികളെ, ചെറിയ കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കും, ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കുള്ള കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ കൊച്ചുകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവർക്കുള്ള സന്ദേശമാകണം, മുന്നറിയിപ്പാകണം പ്രതിക്കുള്ള ശിക്ഷാവിധി.